ലാലേട്ടൻ തുടരും, മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞ എം രഞ്ജിത്ത് തുടരും. ആ സിനിമയുടെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് ഏട്ടനാണ്. നമസ്കാരം. നമസ്കാരം. എം രഞ്ജിത്ത് തുടരട്ടെ, തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ സ്ഥാപനം 35 വർഷമായി. അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ സിനിമകൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ അലി പറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, തുടരും. തുടരണം. രഞ്ജിത്തേട്ട ഒരു ഭയങ്കര സിനിമയുടെ ഞാൻ എൻ്റെ ഇത്ര എക്സ്പീരിയൻസ് വെച്ച് പല സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ പല സിനിമകളും എൻ്റെ മനസ്സിൽ, ലാലേട്ടൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് കിലുക്കം കണ്ണ് കാണുമ്പോൾ ചിരിക്കാൻ തോന്നി, ഇല്ലേ? സതയം കണ്ടപ്പോൾ ചിന്തിക്കാൻ തോന്നി. അങ്ങനെ കുറേ സിനിമ, ആറാം തമ്പുരാൻ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇതെല്ലാം കൂടെ ഈ സിനിമയിൽ ഒറ്റ സിനിമയ്ക്ക് നിങ്ങൾ തന്നു. ആ തരമാണ് രഞ്ജിത്തേട്ടൻ എന്നൊരു പ്രൊഡ്യൂസർ അത്രമാത്രം സന്തോഷവാനായത്. അത് തരുൺമൂർത്തിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു, ലാലേട്ടൻ്റെ കയ്യിലെ ഉള്ളം കയ്യിലേക്കാണ് ഇട്ട് കൊടുത്തത്. അത് എങ്ങനെയായിരുന്നു യാത്ര? അല്ല, ശരിക്കും അത് ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കഥ എന്ന് പറയുന്നത് ഒരു 12 വർഷം മുമ്പ് ഈ KR സുനിൽ എൻ്റെ അടുത്ത് പറയുന്ന കഥയാണ്. KR സുനിലിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് ഗോകുൽദാസാണ്, ആ ഡയറക്ടർ ഗോകുൽദാസാണ്. ശരിക്കും ആദ്യം ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത് ഗോകുൽദാസാണ്. ഗോകുൽദാസിന് സംവിധാനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഈ ഇതേ ഫൈനാൻസ് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ് KR സുനിൽ. അങ്ങനെ സുനിലിനെയും കൊണ്ടാണ് വരുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മ തിരുവനന്തപുരം ഗീത് ഹോട്ടലിൽ വെച്ചാണ് ഞങ്ങളിത് കേൾക്കുന്നത്. ആ കേൾക്കുമ്പോൾ തന്നെ പക്ഷെ ഒരു സുനിലിനെ നമുക്ക് അലിക്കും അറിയാമല്ലോ. സുനിൽ വെച്ചാൽ വളരെ ഒരു ശുദ്ധനായ വളരെ നല്ല മനുഷ്യനാണ്. ഗോകുൽദാസ് പ്രത്യേകിച്ച് പറയണ്ട, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും വായിന്ന് ശബ്ദം വരാത്ത ഒരാൾ. അപ്പോൾ ഈ രണ്ടുപേരും ഒരു കഥ എങ്ങനെ പറയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എനിക്കൊരു കാഴ്ചപ്പാട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. സുനിൽ ഇങ്ങനെ വളരെ പാവം, ഇങ്ങനെ വളരെ ചെറിയ ശബ്ദത്തിൽ ഈ കഥ പറയുന്നു. ഈ കഥ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ ആ കഥയിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഈ കഥയ്ക്ക് ഭയങ്കരമായൊരു ഒരു വ്യത്യാസം വന്നു. പിന്നെ കഥയുടെ ഒരു പിരിമുറുക്കത്തിൽ ഇങ്ങനെ പോയി. ഇത് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ആരെ എന്ത് എങ്ങനെയെന്നൊന്നുമല്ല, ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, ഈ സിനിമ ഞാൻ ചെയ്യും എന്ന് അന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു, ഞാനിത് കേട്ടതനുസരിച്ച് ഇത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളല്ലാതെ ഈ സിനിമ എനിക്ക് ആലോചിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത് ലാലേട്ടനെ വെച്ച് മാത്രമേ ഇത് ആലോചിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിൽ പറയുകയും അവിടുന്ന് അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞത് കാണിച്ചത്, ഇത് ലാലേട്ടൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞ കഥ പറഞ്ഞാൽ ഞങ്ങൾ ഒരു പരിചയമില്ലാത്തവരല്ലേ പറഞ്ഞ് കേൾക്കുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു, സുനിൽ ലാലേട്ടനോട് കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ കഥ പറഞ്ഞതിന് ശേഷം കഥ കേട്ടിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ആൻ്റണിയും കേട്ടു. എന്നോട് രണ്ടുപേരും പറഞ്ഞു നന്നായിരിക്കുന്നു, കഥ നന്നായിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടനെ പോയി, സ്പിരിറ്റിൻ്റെ ലൊക്കേഷനാണ് എൻ്റെ ഓർമ്മ, അന്നത്തെ കാലം. അതെ. അപ്പോൾ അവിടെ സ്പിരിറ്റിൻ്റെ ലൊക്കേഷൻ പോയി ഈ പറയുമ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നു, രഞ്ജിത്ത് ഇത് നല്ല ഉഗ്രൻ കഥയാണ്, പക്ഷേ ഇത് ഭയങ്കര വളരെ ഒരു ഇമ്പാക്റ്റോടുകൂടി എടുത്തെങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് വർക്കൗട്ടാവുള്ളൂ. അപ്പോൾ അന്ന് ഈ ഗോകുൽ ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അങ്ങനെ വലിയ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി രഞ്ജിത്തിന് അങ്ങനെ വല്ല വിഷമമുണ്ടെങ്കിൽ അയാളുടെ കഥ വരാൻ ചോദിക്കുക. ഇനി തരുന്ന സമയത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് ഗോകുൽദാസിൻ്റെ അടുത്ത്, ഞാൻ സുനിലിനോടും പറഞ്ഞു, ഗോകുലിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗോകുൽ എന്നോട് പറഞ്ഞ കാര്യം ചേട്ടാ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, എനിക്ക് ലാൽസാറിനെ വെച്ച് ഈ ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യമില്ല, എൻ്റെ കയ്യിലില്ല. ഞാൻ ആകെ ചേട്ടൻ പറഞ്ഞത് ഈ KR സുനിൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഈ കഥ ചേട്ടന് സിനിമയാക്കി ഇതൊരു നല്ല സിനിമയാക്കണം, അത് ചേട്ടനൊന്ന് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. പിന്നീട് ഒരുപാട് വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഈ കഥയുമായി KR സുനിലും ഞാനും ഒരു 5-6 സംവിധായകരിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഹിറ്റ് മേക്കേഴ്സും ഹിറ്റ് സിനിമകൾ ചെയ്തവരൊക്കെയാണ്, എല്ലാ സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് ആരുമായിട്ട് അഭിപ്രായ വ്യത്യാസമില്ല, ഒന്നുമില്ല. പക്ഷെ പല കാരണങ്ങളിൽ ഈ കഥയിൽ പല സ്ഥലത്തും അത് കറക്റ്റ് ആവുന്നില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്.
ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.